അസ്സലാമു അലൈക്കും. ലെനസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ മാസമായി, നല്ല മഴൻ്റെ ടൈമുമായി. അതുകൊണ്ട് തന്നെ നല്ല കൊതുകില്ല ടൈമുമാണ്. ഇതുവരെ കൊതുകുകളൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കൊതുകുകളെ വരുന്നത് നല്ല ശ്രദ്ധിക്കുക. നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കി, ചിരട്ടകളുണ്ടെങ്കിൽ അതൊക്കെ തൊടുവിൽ നിന്നൊക്കെ മാറ്റി വൃത്തിയാക്കി നിൽക്കുക. വെള്ളം കെട്ടി നിൽക്കാനയക്കാതെ നിൽക്കുക. അതൊക്കെയാണ് മാർഗം. എന്നാലും ഉണ്ടാവും കൊതുകൊക്കെ. കാട് മൂടി കിടക്കുന്ന സ്ഥലമൊക്കെ ആവുമ്പോൾ നല്ല കൊതുകുണ്ടാവും. അതിന് ഞാനൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഈ കാണുമ്പോൾ തന്നെയാണെങ്കിൽ ആദ്യം ചകിരിയാണ് എടുക്കണത്. ചകിരി നല്ല ഉണങ്ങിയതായാലും കുഴപ്പമില്ല, പച്ചയായതും ആയാലും കുഴപ്പമില്ല. ഉണങ്ങിയതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒഴിവാക്കിയ പാത്രത്തിൽ വേണം ഇത് വെക്കാൻ. ഏത് പാത്രത്തിലാവട്ടെ. ഞാൻ ഒഴിവാക്കിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതിലേക്ക് ഞാൻ വെച്ച് ഒരു ചകിരി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ കത്തിച്ചെടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കണത്. ഇതൊന്നുകൂടിയും കനലില്ല, അടുപ്പൊക്കെ കത്തിക്കുകയാണെങ്കിൽ കനലുണ്ടെങ്കിൽ ആ കനൽ വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഈ കർപ്പൂരം തന്നെ കത്തിച്ചു കൊടുത്താലും മതി. ഞാൻ പിന്നെ ഒരു ഇതും വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. പെട്ടെന്ന് കത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് പേപ്പറിലാണ് ഞാൻ കത്തിച്ചെടുത്തത്. ഇത് ഞാൻ ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇപ്പോൾ വലിയ കൊതുകൊന്നുമില്ല. കൊതുക് വരുന്ന ടൈമായി തുടങ്ങിയിരിക്കണം. അപ്പോൾ പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ സിറ്റ് ഔട്ടിൻ്റെ അടുത്താണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ ഇതിലെ കൊതുകുകളൊന്നും വരില്ല. അത് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ വെച്ചത്. നമ്മളവിടെ ഡോറ് തുറന്നിക്കണത് അവിടെ വെച്ചാൽ മതി. ഇപ്പോൾ കൊതുക് പറഞ്ഞാൽ വലിയ കൊതുകല്ല, ചെറിയ കൊതുക്, ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയൊക്കെ ഉണ്ടാക്കണ സൈസ് കൊതുകാണ് ഇപ്പോൾ നമ്മൾ അടുത്തൊക്കെ കാണുന്നത്. നമ്മൾ അലക്കണ സമയത്ത് മുറ്റത്ത് കൂടി ഒന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നല്ല കൊതുകാണ്. മുറ്റത്ത് അലക്ക് കല്ലില്ലവർ അലക്കുന്ന ടൈമിനൊക്കെ കൊതുക് കടിക്കാതെക്കാൻ ഇതൊന്ന് ചകിരി പുകയിച്ച് കൊണ്ടുപോയി വെച്ചാൽ മതി. ശരിക്ക് നമുക്ക് അലക്കാം. പിന്നെ ഈച്ച, ചെറിയ പ്രാണികളുണ്ടല്ലോ, മഴക്കാലമായാലും ചക്കക്കാലമായാലും മാങ്ങക്കാലമായാലും ഒക്കെ ഈച്ചയും പ്രാണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതൊക്കെ പോവാനും ഇത് നല്ല മാർഗമാണ്. അടുത്തത് ഞാൻ ഇനി ഒരു ഊത് ഇട്ട് കൊടുക്കുകയാണ്. ഊത് കിട്ടണവർ അങ്ങനെ ചെയ്താൽ മതി. കർപ്പൂരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഊത് ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പുകച്ചെടുത്താൽ മതി. നമ്മളെ വീടും പരിസരമൊക്കെ, വീടിൻ്റെ ഉള്ളൊക്കെ നല്ല സ്മെല്ലായിക്കാരം. അത് രാവിലെ എന്നും ചെയ്തെടുത്താൽ വീടിൻ്റെ ഉള്ളൊക്കെ നല്ല ഒരു പ്രത്യേകത സ്മെല്ലായിക്കാരം. അടുത്തത് ഞാൻ എണ്ണ കാച്ചിയെടുക്കുകയാണ്. ആര്യവേപ്പിൻ്റെ ഇല കൊണ്ട് ആദ്യം നന്നായി കഴുകി ഇതിൽ ഞാൻ പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കി. നമുക്ക് പുകയിക്കാനാണെങ്കിൽ നമുക്കിത് കഴുകേണ്ടിയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിത് വേറെ ആവശ്യത്തിനും വേണ്ടിയിട്ടാണ്. ഞാൻ നല്ല ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ഉണക്കി എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ ഇത് അരച്ചെടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ ഇല ഇങ്ങനെ ചതക്കാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്തു കേട്ടോ. അതിൽ എല്ലാ സത്തുകളും ഇതിലേക്ക് ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് ചതച്ചെടുത്തത്. ആര്യവേപ്പിൻ്റെ ഇല ഫുള്ളായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിങ്ങനെയാണ് ഒന്നുകൂടി നല്ലത്. ഇനി ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വെളിച്ചെണ്ണ 200 വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു. അത് നന്നായി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് ഈ ഇല ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇലൻ്റെ കൂടെ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല.
ഞാൻ ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. മഞ്ഞൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. ഇനി ഇലകളൊക്കെ ഒന്ന് ഇതിൽ മുരിഞ്ഞ് വരണം, അതാണ് ഇതിൻ്റെ പാകം. അപ്പം അത് പച്ച കളർ എണ്ണയായി മാറും. ഇപ്പം കണ്ടോ, ഇത് നല്ല പച്ച കളർ എണ്ണയായി വരുന്നുണ്ട്. എണ്ണ വേറെ ആവശ്യത്തിനും വേണം പറഞ്ഞല്ലോ, അതെന്താ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾക്ക് കൊതുക് കടിച്ച അലർജികളോ മുറിപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ എണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ പെട്ടെന്ന് മാറിക്കിട്ടും. അതേമാതിരിക്ക് കൊതുക് കടിച്ചാണ്ട് പലരെ കാലുമേലും കണ്ടുക്കണം നല്ല നല്ല മുറിവുകൾ, അതിനൊക്കെ ഈ എണ്ണ നല്ല ഉപകാരമായിരിക്കും. ഞാനിത് ആദ്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണയാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഞാൻ തേച്ച് കൊടുത്ത് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണ സ്റ്റൗ ഓഫാക്കിയതിൻ്റെ ശേഷം ഇപ്പം ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് എടുക്കണത്. ഇപ്പോൾ കണ്ടില്ലേ പച്ച കളറ്, ബൗള് നീല ബൗളായതുകൊണ്ടാണ് ഇതിൻ്റെ പച്ച അറിയാത്തത്. നല്ല പച്ച കളറുണ്ട്. ഇത് നമുക്ക് വർഷങ്ങളോളം പാത്തക്കും ചെയ്യാം, ഉണ്ടാക്കി വെച്ചാൽ ഒരു കേടും വരില്ല. ഞാൻ ഇപ്പം ഇനി ഒരു തിരി ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ തിരിയിൽ വെച്ചുകൊണ്ട് ഇതിനെ ഒന്ന് പുകക്കിടാനും വേണ്ടിയിട്ടാണ്. ഈ തിരി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഈ തിരി ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല. ഒരു കോട്ടൺ കഷ്ണം കിട്ടിയാൽ ഇങ്ങനെ, എനിക്കും വല്ലാതെ അറിയൊന്നുമില്ല തിരിൻ്റെ ഇത്. ഞാൻ അതിൽ കാണാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യൊന്നുമില്ല. ചകിരി കിട്ടാത്തവർക്കൊക്കെ തിരി അതാവും നല്ലത് കരുതിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കണത്. ഞാൻ ചകിരിയിലും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ രീതി. ഇതൊന്ന് കത്തിയതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഞാൻ ഒരു തിരി കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുകൂടി വെച്ചിട്ട് ഒരു തിരിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ 2 തിരി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്, വീഡിയോയിൽ കാണാനും വേണ്ടിയിട്ടാണ് 2 തിരി വെച്ചിട്ടുള്ളത്. ഇപ്പോഴൊന്നും ആർക്കും തിരി ഉണ്ടാക്കാനും ഒന്നും അറിയുന്നുണ്ടാവില്ല. പണ്ടത്തെ ഉമ്മാർക്കൊക്കെ നല്ലവണ്ണം വിളക്ക് കത്തിച്ച് കാണ്ടും അങ്ങനെ തിരി ഉണ്ടാക്കിയാണ്ട് പരിചയം ഉണ്ടാവും. ഇതൊന്ന് കത്തിയതിന് ശേഷം ഞാൻ ഇതൊക്കെ എടുത്തെടുക്കുകയാണ്. ഇത് ഇങ്ങനെ പുകഞ്ഞ് ഈ സ്മെല്ല് എല്ലാത്തേക്കും വരും. ഇങ്ങനെ വെച്ച് കാണ്ട് നമ്മളെ റൂമിൽ, ബെഡ്റൂമിൽ, ഹാളിൽ എല്ലാം വെച്ച് പുറത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ പുകയിച്ച് കാണ്ട് സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും മതി. ഇപ്പം ഈ എണ്ണ ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ബോട്ടിലാക്കിയതാണ്. ഇത് അരിച്ചെടുക്കാതെ ഞാൻ ബോട്ടിലാക്കിയതാണ്. ഇതിൻ്റെ നിറം കണ്ടില്ലേ. ഞാൻ ഇതിലേക്ക് ഇനി ഈ ചകിരിക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താലും മതി തിരിയില്ലെങ്കിൽ, തിരിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു കർപ്പൂരം ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് പുകച്ചെടുക്കാം. ഞാൻ ബെഡ്റൂമുകളിൽ കൂടെയൊക്കെ ഒന്ന് പുകയിച്ചെടുക്കുകയാണ്. വികൃതിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വെക്കരുത്. കുട്ടികളെ കൈ പൊള്ളണമൊക്കെ നന്നായി ശ്രദ്ധിച്ചതിൻ്റെ ശേഷമാണ് ഇത് ഉപയോഗിക്കാൻ. കാരണം എന്താ വെച്ചാൽ അവർ തീ കാണുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പൊള്ളിക്കും. അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പുകയിക്കണുള്ളൂ, കാരണം പുക പിടിക്കൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ. അധികം നേരമൊന്നും വെക്കണില്ല, അതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റിയെടുക്കണുള്ളൂ. ജനലും വാതിലൊക്കെ അടച്ചതിൻ്റെ ശേഷമാണ് ഞാനിത് പുകച്ചെടുക്കണത്. ഇലകളൊക്കെ ചീഞ്ഞ് കിടക്കണോടത്തൊക്കെ കൊതുകുകൾ മുട്ടയിടാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെയാണ് ഈ വരുന്നത് കൊതുക്. ഇത് നല്ലൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എല്ലാ റൂമിലും, ഹാളിലും, ലിവിങ്ങിലൊക്കെ പുകച്ചതിൻ്റെ ശേഷമാണ് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് പിന്നെ അവിടെ കടന്ന് പുകഞ്ഞ് അകത്തേക്ക് വരാതെ നിൽക്കാനും വേണ്ടിയിട്ടാണ് അവിടെ വെക്കുന്നത്. ഈ എണ്ണ ഇങ്ങനെ അലർജി ഉള്ളവർക്കൊക്കെ ഒന്ന് തേച്ച് നോക്കുന്നുണ്ട്. മേലിൽ കൂടെയൊക്കെ കൊതുക് കടിച്ച അലർജികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകണില്ലേറെ നല്ലത് ഇതൊക്കെ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് മാറിക്കിട്ടും.
മുറിൻ്റെ പാടുകൾ കറുപ്പ് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോ കാണാം. ബൈ.